എന്നേടാ പ്രസാദേ നിന്റെ മുഖത്തൊരു സങ്കടം പോലെ? ഒന്നും പറയണ്ട കാര്യം. ലീവുള്ള സമയത്ത് വീട്ടുകാരപ്പന സമയം ചെലവഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനും പറ്റണ്ടേ. അതിലിപ്പോ എന്താടാ പറ്റിയേ? മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കാര്യേട്ടാ. അമ്മയെ ഓടും ചേർന്ന് ദിവസവും തമ്മിത്തല്ല. എന്നിട്ട് നീ ഇവിടെ വന്നിരിക്കുക? വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടേണ്ട കാര്യേട്ടാ. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവൂടോ. നീ അതിനെപ്പറ്റി ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും കാര്യേട്ടാ. പക്ഷെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെന്ന ആണുങ്ങളെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അമ്മായി മരുമകളും രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന എന്നെ കുത്തിപ്പുണ്ടാക്കാൻ വിചാരിച്ചിട്ടാ. എന്നാരാ ഇന്ന് എല്ലാ വീട്ടിലും ഉണ്ട്. എന്റെ കാര്യേട്ടാ, ആവൂല. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാല് ഞാൻ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് തന്ന് സംസാരിച്ചു കഴിഞ്ഞാല് പിന്നെ പൊങ്കോന്നനായി. അത് നീ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇനി അഥവാ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ അമ്മക്കൊന്നനായി. ഇതാടോ പണ്ടുള്ളവര് പറഞ്ഞേ, മതിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെയായി ഇത്. അല്ല പ്രസാദേ, നീ ഇവിടെ വന്ന് കുത്തിരിക്കുക? എന്നാ സാർ ചേച്ചി? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ല അല്ലേ? ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും നിന്റെ വീട്ടിലേക്കുണ്ട് പോയിട്ട്. ഞാൻ വരുന്നവർ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ സാർ ചേച്ചി. നിന്റെ വീട്ടിൽ തൃശ്ശൂർ പൂരാണോ ഭരണിപ്പാട്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. രണ്ടും കൂടി പൊരിഞ്ഞതല്ല. നീ വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്നിനെ വെള്ള പതപ്പിച്ച് കിടത്തേണ്ടി വരും. പ്രസാദേ, സമയം കാണണ്ടടാ, നീ ഒന്ന് പോയി നോക്ക്. വീട്ടിലിരുന്നാലും സമാധാനം കിട്ടൂല, പുറത്തിറങ്ങിയാലും സമാധാനം കിട്ടൂല. നമ്മളിലൊരു വിധി. ചേട്ടാ, ഞാനൊന്ന് വീട്ടിൽ പോയി നോക്കിട്ട് വരട്ടെ. പ്രസാദേ, നീ ഒറ്റയ്ക്ക് പോണ്ട, നീ നടക്ക്, ഞാൻ വരാം.